ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് 1.5 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കനം കുറഞ്ഞിട്ടുള്ള സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കനത്തിലുള്ള ആ ഒരു സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വറവായിട്ട് ചെറുതായിട്ട് കളറ് മാറി കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പോള റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് ഒരു 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് വെന്ത് കിട്ടണമെന്നില്ല, ഒരു താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് കിട്ടിയാൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തുറന്നിട്ട് ഇതേ രീതിയിൽ കുറച്ചും കൂടെ സേമിയ എല്ലാ ഭാഗത്തേക്കായിട്ടും സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ലെയറാക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. അവസാനം ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവസാനം ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ ബാറ്ററൊക്കെ മുകളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും കേട്ടോ. മുട്ടയൊക്കെ ആയത് കാരണം പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. പിന്നെ ടൈമൊക്കെ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്കൊരു 16 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സേമിയ ചട്ടിപ്പത്തിരിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.